ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തര ആത്മീയതയുടെ 134 സെഷനാണല്ലോ ഇത്. 4-ാം സ്ഥലത്തെ കുറിച്ചുള്ള 55-ാമത്തെ വിചിന്തനവും ഹാലിലൂയ ഹാലിലൂയ ഹാലിലൂയ. 4-ാം സ്ഥലത്തെ കുറിച്ചുള്ള 3-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ ഖണ്ഡിക വരെ നമ്മൾ കണ്ടു. പ്രത്യേകിച്ച് അതിന്റെ ഫലങ്ങൾ, അടയാളങ്ങള് ഈ ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഒരു വ്യക്തി അനുഭവിക്കാൻ പോകുന്നത്, ലഭിക്കാനായിട്ട് പോകുന്നത്. അതേസമയം ഒരു മുന്നറിയിപ്പ് അവതരിച്ച് നൽകുന്ന ശ്രദ്ധിക്കരുത്, പുറകോട്ടിനി പോകരുത്, പിന്തിരിയരുത്, താഴേക്ക് പോകാനിട വരരുത്, ജാഗ്രത എടുക്കണം, അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു പോകും. സ്ഥിരതയോടെ മുന്നേറണമെങ്കിലും വളരുകയുള്ളൂ. 10-ാമത്തെ ഖണ്ഡിക വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഉപദേശം ഈ പദവി പ്രാപിച്ചവർക്ക് ഞാൻ നൽകുന്നു. അതായത്, ദൈവത്തെ ദ്രോഹിക്കുവാനുള്ള അവസരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ അവർ വളരെ കരുതലുള്ളവരായിരിക്കണം. അവസരങ്ങൾ മുൻകൂട്ടി കണ്ട് കരുതലെടുക്കണം. മത്തായി 10 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ചെന്നായ്ക്കൾക്കിടയിലേക്ക് കുഞ്ഞാടുകളെ പോലെ നിങ്ങളെ ഞാൻ അയക്കുന്നു, പ്രാവിനെ പോലെ നിഷ്കളങ്കരും സർപ്പത്തിന്റെ വിവേകമുള്ളവരുമായിരിക്കും. സർപ്പത്തിന്റെ വിവേകം ഉണ്ടെങ്കിലേ പ്രാവിനെ പോലെ നിഷ്കളങ്കത നമുക്കുണ്ടായിരിക്കുകയുള്ളൂ. അപകടം നിറഞ്ഞ സാഹചര്യങ്ങളാണ് ചുറ്റും. ചെന്നായ്ക്കൾക്കിടയിലേക്ക് കുഞ്ഞാടിനെ പോലെയാണ് അയക്കുന്നത്. പട്ടത്തിലേക്ക് ഒരു ചെന്നായി വന്ന് കയറിയാൽ പോലും വലിയ ഉപദ്രവം ഉണ്ടാകും, ദുരന്തമുണ്ടാകും. അപ്പോൾ ഒരു കുഞ്ഞാട് ചെന്നായി കൂട്ടത്തിലേക്കിടയിൽ പോയാലോ? അതാണ് ഈശോ പറയുന്ന അവസ്ഥ. ചെന്നായി കൂട്ടത്തിനിടയിലേക്ക് കുഞ്ഞാടിനെ പോലെ നിങ്ങളെ നയിക്കുകയാണ്. നല്ല വിവേകം ആവശ്യമുണ്ട് നിങ്ങളുടെ നിഷ്കളങ്കത നഷ്ടപ്പെടാതിരിക്കാനായിട്ട്. അപ്പൊ അതാണ് ഇവിടെ നല്ല കരുതൽ വേണം. സംഭവിച്ചു കഴിഞ്ഞിട്ട് അയ്യോ പറ്റിപ്പോയല്ലോ, മണ്ടത്തരമായി പോയി, ഒരു കെണിയായി പോയല്ലോ, അത്ര ഓർത്തില്ല, അഭിഷേകം അങ്ങ് പോയി, വേണ്ടാത്ത കാര്യങ്ങൾ വ്യാപരിച്ചു, വേണ്ടാത്ത കാര്യങ്ങൾ കണ്ടു, അല്ലെങ്കിൽ വർത്തമാനങ്ങൾ മുഴുകി, ഒരു ചോർച്ചയായി പോയല്ലോ എന്ന് പിന്നീട് ഓർത്തിട്ട് പരിതപിക്കുക എന്ന് പറയുന്നത് സംഭവിച്ചത് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യണം. ആത്മജീവിതം നിരന്തരമായ ആരംഭിക്കേണ്ട ജീവിതമാണെന്ന് വിശുദ്ധ പറയുന്നുണ്ടെന്ന് വെച്ചാൽ നിരന്തരമായ മാനസാന്തരത്തിന്റെ ജീവിതമാണ്. മാനസാന്തരപ്പെടുക എന്ന് വെച്ചാൽ ആരംഭിക്കുക, തിരിച്ചു വന്ന് വീണ്ടും ആരംഭിക്കുകയാണ്. അപ്പൊ അത് മനോഹരം തന്നെയാണ്, വീണ്ടും ആരംഭിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ വീണ് പോയാൽ, ചോർച്ച വന്നാൽ വീണ്ടും അപ്പൊ തന്നെ തിരിച്ചറിഞ്ഞ് ആരംഭിക്കണം. ഈശോ നമുക്കൂടി കരുതി വെച്ചിട്ടുണ്ട്. സഭയിൽ കുമ്പസാരവും 70 പ്രാവശ്യം ക്ഷമിക്കണം എന്നുള്ള നിർദ്ദേശം കാണുന്നതുകൊണ്ടാണ്. എങ്കിൽ പോലും നമുക്കൊരു ജാഗ്രത വേണം. നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ട് തിരിച്ചെടുക്കാൻ നോക്കുന്നതിനേക്കാൾ നല്ലത് നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകുന്നതാണ്. വീണിട്ട് ഏക്കുന്നതിനേക്കാളും നല്ലത് വീഴാതെ അപകട സാഹചര്യം ഒഴിവാക്കി പോകുന്നതാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും നമ്മൾ പഠിക്കണം. നമ്മുടെ പുറകിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കണം. നമ്മുടെ ജീവിതത്തിന്റെ ബലഹീനത തലങ്ങൾ ഏതാണ്, ഏതൊക്കെ സാഹചര്യങ്ങൾ നമുക്ക് വീഴ്ച ഉണ്ടായത്, ഏതൊക്കെ മേഖലയിൽ നമുക്ക് വീഴ്ച ഉണ്ടായിട്ടുള്ള നേരത്തെ ആ തലങ്ങളിലൊക്കെ നമുക്ക് നല്ല ജാഗ്രത വേണം. അതുപോലെ തന്നെ നമുക്ക് മുന്നേ പോകുന്ന വ്യക്തികളെ, ഒപ്പം പോകുന്ന വ്യക്തികൾ എവിടെയെങ്കിലുമൊക്കെ തട്ടിമറിഞ്ഞ് വീഴുന്ന സാഹചര്യങ്ങൾ കാണുമ്പോൾ അവരെ കുറ്റപ്പെടുത്താൻ, നിന്ദിക്കാനൊന്നും അവരെ സഹായിക്കാൻ എത്തണം. അതോടൊപ്പം നമ്മൾ പഠിക്കണം, ഞാനിതുപോലെ വീഴാനായിട്ട് സാധ്യതയുണ്ട്, നിൽക്കുന്നതെന്ന് വിചാരിക്കുന്നവർ വീഴാതിരിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു കരുതൽ വേണം എന്നോട് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ദൈവത്തെ ദ്രോഹിക്കാനുള്ള അവസരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ അവർ വളരെ കരുതലുള്ളവരായിരിക്കണം. സർപ്പത്തിന്റെ വിവേകം തന്നെ വേണം. സർപ്പം ഒരിക്കലും ഒരു ഏറ് കെട്ടാവുന്ന സാഹചര്യത്തിൽ ചെന്ന് കയറുകയല്ല. നമുക്ക് പാമ്പുകളെ ഒരിക്കലും തന്നെ ടൗണിലെ കവലയിലോ നമ്മുടെ വീട്ടുപറ്റത്തോ വഴിവക്കിലോ ഒന്നും, ആൾക്കാരുള്ള വഴിയിലൊന്നും കാണാൻ കിട്ടുകയില്ല. സാധാരണ വളരെ എതിർച്ചയ അങ്ങനെ പാമ്പുകളെ കാണാൻ ഇടവരാറുള്ളൂ. അങ്ങനെ പ്രത്യക്ഷപ്പെട്ട് പോയാൽ തന്നെ അവ പെട്ടെന്ന് തന്നെ സ്ഥലം വിടും. അവയ്ക്ക് അങ്ങനെ ആൾക്കാരുടെ മുന്നിൽ നിൽക്കാനുള്ള ഒരു കരുത്തില്ല, അല്ലെങ്കിൽ അവയ്ക്കറിയാം വിവേകം. അതാ ഈശോ വിവേകം എന്ന് പറയുന്നത്. ഒഴിഞ്ഞു അല്പം ഒരു കാൽപെരുമാറ്റം കേട്ടാൽ അപ്പോഴത് മാറും, സ്ഥലം വിടും, ഒളിക്കും. നേരെ പിന്നെ വന്നു പോയാൽ അത് പേടിച്ചിട്ട് ഇങ്ങനെ പണം വരുത്തിയൊക്കെ കാണിക്കും. ശീൽക്കാര് സ്വരം കേൾപ്പിക്കുക, എന്നെ അടുത്ത് വരരുത്, ഉപദ്രവിക്കരുത്, എന്നെ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കും. നമ്മൾ കല്ലോ വടി എടുക്കുമ്പോൾ അങ്ങോട്ട് നോക്കിയിട്ടുണ്ട്, അപ്പോൾ വിട്ടു പോവുകയും ചെയ്യും. അങ്ങനെ അപകടം ഒഴിവാക്കാനുള്ള ജാഗ്രത പാമ്പുകളൊക്കെ ഉണ്ട്. അതാണ് സർപ്പത്തിന്റെ വിവേകം എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തിരിയുന്നൊരു കാര്യം. അങ്ങനത്തെ ഒരു കരുതൽ നമുക്ക് ആവശ്യമെന്ന് പറയുകയാണ്. കാരണം ഇവിടെ ആത്മാവിന് അത്ര ദൃഢതയൊന്നും ഇല്ല എന്നത് അത്രേ. നമുക്ക് അത്ര ഉറപ്പൊന്നും ആയിട്ടില്ല. ഇത്രയൊക്കെ അനുഭവങ്ങൾ കുറേശ്ശെ ആയിട്ടുണ്ട്, ആനന്ദാനുഭൂതി അടിച്ച് കിട്ടുന്നുണ്ട്. പക്ഷേ ആത്മാവ് അത്ര കരുത്തൊന്നും ആയിട്ടില്ല. ഒരു ഉദാഹരണം മദ്രസ പറയുകയാണ്. സ്തന്യപാനം ആരംഭിച്ച ശിശുവിന്റെ
അവസ്ഥയെ നമുക്ക് ആയിട്ടുള്ളൂ. തള്ളയുടെ മടിയിൽ നിന്ന് വേർപെടുത്തിയാൽ അതിന് പിന്നെ മരണമല്ലാതെ മറ്റെന്താണ് സംഭവിക്കുക? അപ്പൊ സ്തന്യപാനം ആരംഭിച്ച ശിശു, ജനിച്ചു വീണ കുഞ്ഞ്, അത് മുലകൂടി ആരംഭിച്ചിട്ടേ ഉള്ളൂ, വേറെ ഒന്നും ആയിട്ടില്ല. അപ്പൊ ആ കുഞ്ഞിന് പാല് കിട്ടാതിരുന്നാൽ അത് തീർന്നു പോകും. വേറെ ഒരു കരഭക്ഷണം കഴിക്കാനെ കൊണ്ട് പറ്റത്തില്ല. അപ്പം അമ്മയുടെ മടിയിൽ നിന്ന് കുഞ്ഞ് വേർപെടാനായിട്ട് പാടില്ല. സ്തന്യപാനം അതിന് മുടങ്ങരുത്. അത് പല നേരം പാല് കുടിക്കണം, അതിലൂടെ വളരാൻ പറ്റുള്ളൂ. അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ ആത്മീയ വളർച്ച. ഈ 4-ാം സദനത്തിൽ എത്തിക്കഴിക്കുമ്പോൾ പോലും അവിടെ നമ്മൾ ഈ 17 ഫലങ്ങൾ, അടയാളങ്ങൾ ചിന്തിച്ച് കണ്ടിട്ട് ഞാൻ അത്ര വളർന്നല്ലോ എന്നുള്ള തൃപ്തിയിലേക്കൊന്നും നമ്മൾ ആരും പോകണ്ട. നമ്മൾ ഇത് ജസ്റ്റ് മുലകൂടി ആരംഭിച്ചിട്ടേ ഉള്ളൂ, പിറന്ന് വീണതേ ഉള്ളൂ ആത്മീയ ജീവിതത്തിൽ എന്നാ മദ്രസ്യ പറയുകയാണ്. അതുകൊണ്ട് അങ്ങനെ അമ്മയുടെ മടിയിൽ നിന്ന് മാറരുത് കുഞ്ഞ്. അതെന്താണ് മദ്രസ്യ ഉദ്ദേശിക്കുന്നത്? ദൈവം ഏതാദൃശ അനുഗ്രഹങ്ങൾ നൽകിയ ഒരാൾ പ്രാർത്ഥന ഉപേക്ഷിക്കുന്ന പക്ഷം അയാൾക്ക് സംഭവിക്കുന്ന മറ്റൊന്നും ആയിരിക്കില്ലെന്ന് ഞാൻ ബലമായി ശങ്കിക്കുന്നു. പ്രാർത്ഥനയിലൂടെയാണ് നമ്മൾ സ്വർഗത്തോട് ചേർന്നിരുന്ന് ഈ സ്തന്യപാനം നിർവഹിക്കുന്നത്. അമ്മയുടെ മടിയിൽ മാറോട് ചേർന്ന് കുഞ്ഞ് ചേർന്ന് കിടന്നുകൊണ്ട് പാല് കുടിക്കുന്ന പോലെയാണ് നമ്മൾ ദൈവത്തോട് ചേർന്നിരുന്നു കൊണ്ട് പരിശുദ്ധാത്മാവിനെ പാനം ചെയ്യുന്നത്, ദൈവത്തിന്റെ പ്രഭാവരങ്ങൾ നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന ഇവിടെ വേറെ ഒരു പോഷണം നമുക്കില്ല. അപ്പൊ പ്രാർത്ഥന ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ഇവിടെ അമദ്രസ്യ കാണുന്ന വലിയ അപകടം. ഏതാദൃശ അനുഗ്രഹങ്ങൾ കിട്ടിയ ഒരു വ്യക്തി ഈ ഒരു സാഹചര്യത്തില് പ്രാർത്ഥന ഉപേക്ഷിക്കുന്ന പക്ഷം അയാൾക്ക് സംഭവിക്കുന്ന മറ്റൊന്നും ആയിരിക്കില്ല ഞാൻ ബലമായി ശങ്കിക്കുന്നു. പ്രാർത്ഥനയിൽ നിന്ന് വിരമിക്കുവാൻ തക്ക കാരണമില്ലാതിരിക്കുകയോ അതിലേക്ക് കഴിയുന്നത്ര വേഗം മടങ്ങി വരാതിരിക്കുകയോ ചെയ്യുന്നവരുടെ ജീവിതം ഒന്നിനൊന്നിന് മോശമാവുകയേ ഉള്ളൂ. 2 കാര്യം മദ്രസ്യ പറയുകയാണ്. പ്രാർത്ഥനയിൽ നിന്ന് വിരമിക്കാൻ തക്ക കാരണം ഇല്ലായെങ്കിൽ വിരമിക്കരുത്. അതുപോലെയുള്ള ഗൗരവമായ കാരണം, അസൗകര്യം, ഒരു നിവൃത്തി ഇല്ലാത്ത സാഹചര്യമാണെങ്കിൽ മാത്രമേ പ്രാർത്ഥന അല്പം ഒഴിവാക്കാവുള്ളൂ. അതുപോലെയുള്ള സാഹചര്യം ആണെങ്കിൽ മാത്രം. എന്തായിരിക്കും ആ സാഹചര്യം? വല്ലാത്ത അസുഖം വന്നിട്ട് ഒരു തരത്തിലും മേലാത്ത അവസ്ഥയിൽ വയറുവേദന, തലവേദന അല്ലെങ്കിൽ ശരീരവേദന കൊണ്ട് പൊളയുന്ന അവസ്ഥ, പ്രാർത്ഥിക്കാനേ പറ്റുന്നില്ല, അങ്ങനെ ആയി പോകുന്നു. അല്ലെങ്കിൽ വളരെ തിരക്ക് പിടിച്ച് വീട്ടിൽ വളരെ അത്യാവശ്യമായ ചില കാര്യങ്ങൾ, അപകട സാഹചര്യങ്ങളല്ലേ, പ്രിയപ്പെട്ട രോഗാവസ്ഥ, മരണാവസ്ഥ, അതിന് പറയുക ഓട്ടം, തിരക്ക് പിടിച്ച് ഊണ് ഉറക്കമില്ലാതെ അലയുന്ന അവസ്ഥ, അല്ലെ ഒരു ദീർഘയാത്രയിൽ നമ്മൾ ഇറങ്ങിയിട്ട് വളരെ തത്രപ്പെട്ട് നീങ്ങേണ്ടി വരുന്നു, ആൾക്കാരെ കൂട്ടിക്കൊണ്ട് പോകേണ്ടി വരും, ഉത്തരവാദിത്തങ്ങൾ ഒരുപാടുണ്ട്. അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിൽ ഒരു തരത്തിൽ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പോലും പറ്റുന്നില്ലാത്ത അവസ്ഥയിൽ വേണ്ട നമുക്ക് സ്ഥിരമായിട്ടുള്ള പ്രാർത്ഥന അല്പം നമുക്ക് മുടങ്ങുന്നത് നമുക്ക് അനുവദിക്കാം. മുടക്കാവുന്നല്ല, മുടങ്ങുന്നത് നമ്മൾ അനുവദിക്കാം. അങ്കലപ്പെടുക്കാതെ, ഭാരപ്പെടാതെ അനുവദിക്കാം. ഇനി അങ്ങനെ വല്ല പോരായ്മ വന്നാൽ, മുടങ്ങേണ്ടി വന്നാൽ അതിലേക്ക് കഴിയുന്നത്ര വേഗം മടങ്ങി വരണം, കഴിയുന്നത്ര വേഗം തിരിച്ചു കയറി വരണം, ആർത്തിയോടെ തിരിച്ചു കയറി വരണം. അത് നമ്മുടെ മത്തായി 14 സ്നാപകൻ രക്തസാക്ഷിയായി ശിരച്ഛേദം ചെയ്യപ്പെട്ട സംഭവം അറിയുമ്പോൾ ഈശോ അപ്പസ്തലന്മാരെ കൂട്ടി വിജനസ്ഥലത്തേക്ക് പ്രാർത്ഥിക്കാൻ പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ആൾക്കൂട്ടം അവിടെ വന്ന് നോക്കി നിൽക്കുകയാണ്. ഈശോ അവരെ അത്യാവശ്യം പഠിപ്പിച്ചു, രോഗശാന്തി കൊടുത്തു, പിന്നെ അപ്പം വർദ്ധിപ്പിച്ച് 5000 വരെ തീറ്റിപ്പോറ്റി. എന്നിട്ട് ഈശോ അവരെ ബലമായി പെട്ടെന്ന് തന്നെ പറഞ്ഞു വിട്ടു. എന്നിട്ട് ആ ജനങ്ങൾ പിരിയുമ്പോഴേക്ക് അപ്പസ്തലന്മാരെയും വിളിച്ചിട്ട് വള്ളത്തെ കയറി മറുകരയ്ക്ക് പോകാൻ നിർബന്ധിച്ചുവെന്ന് മത്തായി എഴുതിയിരിക്കുകയാണ്. നിർബന്ധിച്ച് അപ്പസ്തലന്മാരെ വള്ളത്തിൽ കയറ്റി കടലിന്റെ അക്കരയിലേക്ക് പറഞ്ഞു വിട്ടിട്ട് ഈശോ തനിച്ച് പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറുകയാണ്. പക്ഷേക്ക് പ്രാർത്ഥിക്കാൻ വലിയ ആവശ്യം അനുഭവപ്പെടുന്നു. പക്ഷെ പ്രാർത്ഥിക്കാൻ ആ ദിവസം നേരം കിട്ടുന്നില്ല, സാഹചര്യം ഒക്കുന്നില്ല. അപ്പൊ അത് ഈശോ അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിർബന്ധമായിട്ട് ബാക്കി എല്ലാവരെയും അപ്പസ്തലന്മാരെ ഉൾപ്പെടെ ഒഴിവാക്കിയിട്ട് പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറി. നേരം വെളുക്കുക 4-ാം യാമം വരെ, ചിലൊരു 3 മണി കഴിഞ്ഞ് 3:30, 4, 4:30, 5 മണിയൊക്കെ വരെ മലമുകളിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കാരണവശാൽ നമുക്ക് പ്രാർത്ഥന ആവശ്യത്തിന് എടുക്കാൻ പറ്റാതെ വന്നാൽ എത്രയും വേഗം അതിലേക്ക് തിരിച്ച് കയറി വരണം എന്നിവിടെ മദ്രസ്യ പറയുകയാണ്. അല്ല എങ്കിൽ അവരുടെ ജീവിതം വളരെ മോശമായിട്ട് തീരും എന്ന് പറയുകയാണ്. ഉത്കണ്ഠാജനകമായ ഒരു സംഗതിയാണ് ഇതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇത് നിസ്സാരമായ കാര്യമല്ല. ചില പ്രാർത്ഥിച്ചില്ലെന്നല്ലേ ഉള്ളോ, കൃപ ഇച്ചിരി കിട്ടിയില്ലെന്നല്ലേ ഉള്ളോ, ചില ആനന്ദാനുഭൂതി ഉണ്ടായില്ലെന്നല്ലേ ഉള്ളോ, അതല്ല.
ഉത്കണ്ഠാജനകമായ ഒരു സംഗതിയാണിത്. വലിയ അപകടത്തിലേക്കാണ് അവർ നീങ്ങുന്നത്. എനിക്ക് പരിചയമുള്ള ചില ആളുകളുടെ കാര്യം എന്നെ വളരെ വ്യസനിപ്പിക്കുന്നുണ്ട്. ഇതുപോലെ ആത്മീയ ആനന്ദ അനുഭവത്തിലേക്ക് കയറി വന്നതിന് ശേഷം പിന്നെ പ്രാർത്ഥന മുടക്കിയിട്ട് പോയി വലിയ ദുരന്തത്തിൽപ്പെട്ട ആൾക്കാരെ മദ്രസയ്ക്ക് അറിയാവുന്ന മനസ്സിൽ പറയുകയാണ്. ദിവ്യനാഥൻ സ്നേഹിതൻ എന്ന വിധം സ്വയം അവർക്ക് നൽകുവാനും സ്നേഹം പ്രവൃത്തികളാൽ പ്രകാശിപ്പിക്കുവാനും തീവ്രമായി ആഗ്രഹിക്കുമ്പോൾ അവർ അങ്ങിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുന്നത്. ഈശോ അവരെ സ്നേഹം കൊണ്ട് നിറയ്ക്കാൻ വേണ്ടി തീവ്രമായിട്ട് ആഗ്രഹിച്ച് കൃപ നിറയ്ക്കാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോൾ അവർ ഈശോയെ നോക്കുപോലും ചെയ്യാതെ സ്വന്തം വഴിക്ക് ഇറങ്ങി പോവുകയാണ്. അപ്പം വലിയ തിരസ്കരണമാണ് അവര് ഈശോയ്ക്ക് സ്വർഗത്തിന് കൊടുക്കുന്നത്. അത് വലിയ നിന്ദ തന്നെയാണ് എന്നൊരു വശത്ത്. മറുവശത്ത് ഈ ആത്മീയ ഭക്ഷണം കഴിച്ച് അതിന്റെ കരുത്തിൽ നമ്മുടെ ആത്മാവ് ഓടിക്കൊണ്ടിരിക്കുന്നത്, നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മരുന്ന്, വളരെ അത്യാവശ്യമായ ഒരു മരുന്ന് നമ്മൾ കഴിച്ച് സൗഖ്യത്തിലേക്ക് കയറി വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാരണവുമില്ലാതെ മരുന്നുകൾ നിർത്തിയാൽ ഉണ്ടാകുന്ന അപകടം നമുക്കറിയാം. ചില മരുന്നുകളൊക്കെ, പ്രത്യേകിച്ച് ആന്റിബയോട്ടിക് പോലെ മരുന്നുകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞാൽ അത് ഇടയ്ക്ക് മുടക്കാൻ പാടില്ല. കോഴ്സ് പൂർത്തിയാക്കിയിട്ട് നിർത്താവുള്ളൂ. അത് ടാബ്ലറ്റ് ഗുളിക കഴിക്കുന്നതായാലും ഇഞ്ചക്ഷൻ എടുക്കുന്നതായാലും ആന്റിബയോട്ടിക് പൂർത്തിയാക്കണം. അത് ഇടയ്ക്ക് വെച്ച് നിർത്തരുത്. ഒരു സൈക്കാട്രി മേഖല ചില മരുന്നുകളൊക്കെ അത് പെട്ടെന്ന് നിർത്താൻ പാടില്ല. അതൊരു കോഴ്സ് പൂർത്തിയാക്കിയിട്ട് നിർത്താവുള്ളൂ എന്ന് പറഞ്ഞ പോലെ നമ്മൾ വലിയൊരു സ്വർഗീയ കോഴ്സ്, ആത്മീയ ഭക്ഷണം, സ്വർഗീയ മരുന്ന് എടുത്ത് കഴിച്ച് കയറി വരുന്ന അവസരമാണ്. ആത്മാവ് അതുവരെ ലോകത്തിന്റെ സന്തോഷങ്ങളും ആനന്ദങ്ങളും ആശ്വാസങ്ങളൊക്കെ എടുത്ത് അതിൽ താങ്ങിയും അതിൽ ആശ്രയിച്ചോ നീങ്ങിയിരുന്നത്. അവിടുന്ന് ആത്മാവ് ഒന്ന് യാത്ര പറഞ്ഞ് ഈ തനി നന്മ, സ്വർഗം തന്നെയായ ദൈവം തന്നെയായ സ്വർഗ ഭക്ഷണം സ്വീകരിച്ച് ആത്മീയ ഭക്ഷണം കഴിച്ച് അതിലേക്ക് ഇനി ഷിഫ്റ്റ് ചെയ്ത് കയറി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു കാരണവുമില്ലാതെ, അല്ലെങ്കിൽ ഈ ഇത് കാരണം കൊണ്ടാണെങ്കിൽ പോലും ആ ഒരു ആത്മീയ ഭക്ഷണം, പ്രാർത്ഥന വഴി കിട്ടുന്ന ആത്മീയ ഭക്ഷണം അവഗണിച്ചുകൊണ്ട് പോയാൽ നമ്മുടെ ആത്മാവ് വല്ലാത്ത ഞെരുക്കത്തിലേക്ക് ചെന്ന് ഭവിക്കാനായി ഇടവരിക. ഉത്കണ്ഠാജനകമായ അവസ്ഥയാണ് മദ്രസ പറയുകയാണ്. പാപകരമായ പരുതോ അവസ്ഥകളിൽ ഉൾപ്പെടരുതേയെന്ന് അത്തരക്കാരോട് ഞാൻ അത്യന്തം താല്പര്യമായി അഭ്യർത്ഥിക്കുന്നു. പാപകരമായ പരുതോ അവസ്ഥകളിൽ ഉൾപ്പെടാൻ ഇട കൊടുക്കരുത്. അപ്പോൾ ഒന്ന് വീണ് പോകരുത് അത് പറഞ്ഞു. പിന്നെ പ്രാർത്ഥന ഉപേക്ഷിക്കരുത്. അടുത്തൊരു കാര്യം പറയുകയാണ്, പാപകരമായ പരുതോ അവസ്ഥകളിൽ ഉൾപ്പെടരുത് എന്ന്. അതോടെ ഞാൻ അത്യന്തം താല്പര്യം അഭ്യർത്ഥിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഇത്തരം അനുഗ്രഹങ്ങൾ ശ്രദ്ധിക്കാത്ത അനേകം ആത്മാക്കളെക്കാൾ ഇങ്ങനെയുള്ള ഒരാളെ കുറിച്ച് പിശാച് അതീവ ശ്രദ്ധാലുവാണെന്ന് നാം ഓർമ്മിക്കണം. അപ്പൊ സാത്താന് വളരെ താല്പര്യമെടുത്ത് ഉന്നം വെച്ച് ആക്രമിക്കുന്ന കൂട്ടരാണ് ഇങ്ങനെ ആത്മീയമായിട്ട് വളർന്നു വരുന്നവർ. ദൈവത്തെങ്കിലേക്ക് കയറി പോകുന്നവരാണ് അവര്. സാത്താന്റെ പിടിയിൽ നിന്നും ഏതാണ്ട് ഊരി രക്ഷപ്പെട്ട് കയറി പോകുന്നവരാണ്. അപ്പൊ അങ്ങനെ പോകുന്നവനെ ഇപ്പൊ പിടിച്ചില്ലെങ്കിൽ കിട്ടിയല്ലെന്ന് സാത്താൻ അറിയാം. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഓടിച്ചിട്ട് പിടിക്കാൻ, പുറകിൽ നിന്ന് കൊളുത്തി പിടിക്കാൻ, എറിഞ്ഞെങ്കിലും വീഴ്ത്താനായിട്ട് നോക്കുക. അവന്റെ അവസാന ശ്രമമാണ്. കാരണം പൊങ്ങി പോവുകയാണ്. ഇപ്പൊ കിട്ടിയല്ല, ഇനി പോയാൽ കിട്ടിയല്ല. അതുകൊണ്ട് അവന് മാക്സിമം അവൻ ശ്രമിക്കുന്ന ഒരു അവസരം കൂടിയാണ്. പക്ഷെ മറ്റ് ഇത്തരമൊന്നും സദനങ്ങളിലേക്ക് ആത്മീയ അനുഭവത്തിൽ കയറി വന്നിട്ടില്ലാത്ത വ്യക്തികളെ സംബന്ധിച്ചാണെങ്കിൽ അവരെ വീടിക്കാനൊന്നും വലിയ വിഷമമില്ല. അവർ മിക്കവാറും ഒക്കെ സാത്താന്റെ നിയന്ത്രണത്തിലാണ് താനും. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് സാത്താന് വലിയ സത്ത കൊടുക്കേണ്ട ആവശ്യമില്ല. അവര് അവിടെ തന്നെ ആസക്തികളാൽ കലുഷിതമായി ബന്ധിക്കപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇച്ചിരിയൊക്കെ ഇടയ്ക്ക് ഉപസാരിക്കാനും പ്രാർത്ഥിക്കാനൊക്കെ പോയി തീരുമാനമൊക്കെ എടുത്താൽ പോലും പിന്നെ തിരിച്ച് സാത്താന്റെ കയ്യിൽ തന്നെ വരാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല, സാത്താൻ അറിയാം. അതുകൊണ്ട് അവരെ മൊത്തത്തിൽ ഇങ്ങനെ ഒരു ഒരു കാവൽ ദൂതന്റെ കീഴില് കുറെ അധികം ആൾക്കാരെ, ആത്മീയമായിട്ട് വളർന്നിട്ടില്ലാത്ത ആൾക്കാരെ എല്ലാം സൂക്ഷിക്കുമ്പോൾ പിശാച് തന്റെ ദൂതന്മാർ അനേകരെയാണ് ഇങ്ങനെ വളർന്നു പോകുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിയോഗിക്കാനായിട്ട് വരിക. ഇത് മദ്രസ എടുത്തു പറയുകയാണ്. അതുകൊണ്ട് സാത്താൻ ഇങ്ങനെയുള്ള വളർച്ച ഇതിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്കെതിരെ ഒത്തിരി കണി വെക്കുന്നുണ്ട്. അതുകൊണ്ട് പാപ സാഹചര്യങ്ങളിൽ പോയി ഉൾപ്പെടാതിരിക്കാനായിട്ട് വളരെ ജാഗ്രത എടുക്കണം. അവന്റെ കണികളിൽ രക്ഷപ്പെട്ട് കയറി പോകാൻ മദ്രസ പറയുകയാണ്. അതേപറ്റി മദ്രസ കുറച്ചുകൂടി വിശദീകരിച്ച് നമുക്ക് അടുത്ത സൃഷ്ടി കാണാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും
നാം ഓരോരുത്തരോടും കൂടെ എല്ലാ ആത്മീയ പരിശ്രമങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ.